കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാട് ദുരന്തത്തിൽ പണം തരാതെയും നടപടികൾ എടുക്കാതെയും സ്വീകരിക്കുന്നതിനെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമാധാനപരമായൊരു പ്രകടനം കളക്ട്രേറ്റിലേക്ക് നടന്നത്. പക്ഷെ പോലീസ് അവരെ ക്രൂരമായി മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഈ പോലീസ് മർദ്ദനത്തിൽ അതിശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. അവിടെയുള്ള പ്രശ്നങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല, സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്ന പണം ചെലവാക്കുന്നില്ല, കിട്ടിയ പണം ചെലവാക്കുന്നില്ല. എത്ര മാസങ്ങൾ കടന്നുപോയി. അവിടെ വീടുകൾ നൽകാൻ തയ്യാറായി. ഞങ്ങളെല്ലാം മുന്നോട്ട് വന്നു. ഞങ്ങൾ 100 വീടുകൾ പറഞ്ഞു, മുസ്ലിം ലീഗ് 100 വീടുകൾ പറഞ്ഞു, കർണാടക ഗവൺമെന്റ് 100 വീടുകൾ പറഞ്ഞു, ബാക്കി ഒരുപാട് ആളുകൾ വീടുകൾ ഓഫർ ചെയ്യും. പക്ഷെ ആർക്കും ഇപ്പോൾ വീട് പണിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്തു തന്നിട്ട് ആ സ്ഥലത്ത് വീട് വയ്ക്കാമെന്നാണ് പറഞ്ഞത്. ആ സ്ഥലം എടുക്കാനുള്ള നടപടികളെല്ലാം ആ മന്ദഗതിയിലാണ്. ഒരു തരത്തിൽ ഒരു സ്ഥലം എടുത്തിട്ടില്ല. ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ഗൗരവമായൊരു ദൗത്യം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ പൂർണ്ണമായ പിന്തുണ ഗവൺമെന്റ് നൽകിയിരുന്ന, പക്ഷേ ദൗർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള ഒരു ശ്രമവും കാണുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ പൂർണ്ണമായ അവഗണന ഈ ദുരന്തത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. ഒരു പണം പോലും നൽകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉള്ള പ്രതിഷേധം ഉണ്ടാവും. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വിളിക്കുകയാണ്. പലതരത്തിൽ താമസിക്കുന്ന, വാടക വീടുകളിൽ താമസിക്കുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളെല്ലാം വിളിക്കുകയാണ്. ഒരു തരത്തിലുള്ള രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് അവഗണന കാണിച്ചാൽ നമുക്ക് നേരിടാം അതിന്. പക്ഷേ സംസ്ഥാനത്ത് കിട്ടിയ പണം പോലും അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുന്നതും വീട് വയ്ക്കാനുള്ള സ്ഥലം ഇത്രയും മാസങ്ങളായിട്ട് കണ്ടുപിടിക്കാതിരിക്കുന്നതും ഗുരുതരമായ കൃത്യവിലോപം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി അത് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥന. ഈ കേന്ദ്ര അവഗണനക്കെതിരെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു അല്ലെ, അവരുമായിട്ട് ഒരുമിച്ച് ഒരു സമരവും ഞങ്ങളില്ല, ആ പരിപാടിയില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും. കിട്ടുന്ന അവസരങ്ങൾ പാർലമെന്റിലും ഞങ്ങളുടെ അംഗങ്ങൾ ശക്തിയായി കേന്ദ്രത്തിനെതിരായി പറയും. കേരളത്തിലും ആദ്യമായി കേന്ദ്ര അവഗണനക്കെതിരായി പ്രതിപക്ഷം തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു വിഷയമുള്ളത്, നമുക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർ കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. എവിടെയായിരുന്നു ഗവൺമെന്റ്? 2022 CNAG കൃത്യമായി ഇത് ചൂണ്ടിക്കാണിച്ചാണ്. CNAG ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്, അനർഹരായ ധാരാളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു. 2 വർഷമായിട്ടിത് പരിശോധിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ല. ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്പാർക്ക് ഉണ്ട്, അതുപോലെ സേവന ഇതുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ശമ്പളക്കാരെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ. ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പം ഇതുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗുരുതരമായ ഒരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹരായ ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിയമക്കുരുക്കിൽ കിടക്കുകയാണ് ഈ സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. ഏറ്റെടുക്കണമോ, പണം കൊടുത്ത് വാങ്ങണമെന്നോ അടക്കമുള്ള പല ചർച്ചകളും. അല്ല, അതെങ്ങനെ വേറെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി എങ്ങനെ ഏറ്റ് വാങ്ങണത്? ആ പണം കൊടുക്കാതെ മേടിക്കുന്നത് എങ്ങനെ? വേറെ ആരെങ്കിലും പ്രോപ്പർട്ടി, ഒരാളുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കാതെ എങ്ങനെ പ്രോപ്പർട്ടി ആരെങ്കിലും പ്രോപ്പർട്ടി കിട്ടുമോ? ഇത്രയും വലിയ പ്രോപ്പർട്ടി കിട്ടുമോ? ഇല്ലെങ്കിൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കി ഈ സ്ഥലം വാങ്ങിക്കണം. ഈ സ്ഥലം സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞ് ഇവർ ഈ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന വ്യവഹാരമായിരിക്കും അതിൻ്റെ ഫലം, ഇല്ലേ? അവർ കോടതിയിൽ പോയി ഇപ്പോൾ സ്റ്റേ മേടിച്ചു. അങ്ങനെ അല്ലാത്ത ഇഷ്ടംപോലെ സ്ഥലം അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ തന്നെ ആദ്യം സജസ്റ്റ് ചെയ്തത്, ഞങ്ങളുടെ 100 വീട് ഞങ്ങൾ 15 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ചെയ്തു കൊടുക്കാമെന്നാണ്. അപ്പോൾ സർക്കാർ പറഞ്ഞില്ല, സർക്കാർ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം ചെയ്യണമെന്നാണ്. ഞങ്ങൾ അതിനോട് യോജിച്ചു. മുഖ്യമന്ത്രി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തി പല പ്രാവശ്യം. ഞങ്ങൾ ആ സർക്കാരിൻ്റെ ആ നിലപാടിന് പിന്തുണ കൊടുത്തു. പക്ഷേ സർക്കാരിനെ കൊണ്ട് ഇത്രയും വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം പോയി എടുത്താൽ ആ വ്യവഹാരങ്ങൾ അവർ സുപ്രീം കോടതി വരെ പോകും. ആ വ്യവഹാരങ്ങൾ തീർന്നിട്ട് അവിടെ വീട് വെച്ചാൽ മതിയാ. അപ്പോൾ അത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, അപ്രായോഗികമായ നടപടി. അപ്പം മന്ദഗതിയിലായി പുനരധിവാസ പ്രവർത്തനങ്ങൾ മുഴുവൻ മന്ദഗതിയിലായി. എല്ലാവരും പണമായിട്ട് കാത്തിരിക്കുകയാണ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സർക്കാർ സ്ഥലം എടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ പാർട്ടീസാണ്, ഞങ്ങൾ കമ്മിറ്റഡ് ആണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ പല അല്ലാത്ത സ്പോൺസേഴ്സും വേറെ ഒരുപാട് സംഭവങ്ങളുണ്ടാവുമല്ലേ,
അപ്പോൾ എന്തൊരു സ്ലോ ആണ്, എന്തൊരു മന്ദഗതിയിലാണ് അത് പോകുന്നത്. സ്ഥലം പണം കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമെന്ന് നോക്കണം, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായി സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കി അവർ ചിലപ്പോൾ ഈ പറയുന്നതിനേക്കാൾ വളരെ കുറച്ച് പണത്തിന് ചിലപ്പോൾ തരും. അവരോട് സംസാരിക്കണ്ടേ, അല്ലാതെ അല്ല തീർച്ചയായിട്ടും അല്ല. ഞങ്ങളൊരു നിലപാട് അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ രണ്ട് രീതിയിൽ കാണിക്കുന്ന വയനാട് ദുരന്തബാധിതർക്കെതിരായി രണ്ട് രീതിയിൽ കാണിക്കുന്ന ഒരു നടപടിക്കെതിരായിട്ടാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തെ ഇങ്ങനെയാണ് നേരിടാൻ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഇങ്ങനെ ഏതെങ്കിലും സമരത്തെ അടിച്ചമർത്താൻ പറ്റുമോ? എങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞത് വയനാടിനായി സമരം ചെയ്യും, അദ്ദേഹം എന്തൊക്കെ പറയണം, അതിനൊക്കെ ഞാൻ മറുപടി പറയും. അങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഒരു പൈസ പ്രധാനമന്ത്രി വന്ന് ഇവിടെ പോയിട്ട് കേന്ദ്ര സംഘം അന്വേഷിച്ച് നടന്നു പോയിട്ട് ഒരു രൂപ ഇവിടേക്ക് കൊടുത്തില്ല. അത് മേടിച്ചു കൊടുക്കാനുള്ള വല്ലതും പറ്റുമെന്ന് സുരേന്ദ്രന് സ്വാധീനമുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. വിലങ്ങാട് ഇതുപോലെ തന്നെയുള്ള പ്രശ്നമാണ്. നമ്മൾ വിലങ്ങാട് വിഷയവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അവതരിപ്പിച്ചു. അപ്പോൾ വയനാട് ദുരന്തബാധിതരെ സഹായിച്ചതുപോലെ തന്നെ വിലങ്ങാട് ദുരന്തബാധിതരെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇതുവരെയുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല സർക്കാരിന് ഇക്കാര്യത്തിൽ. കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലാണ് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഞങ്ങൾ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 100 തെറ്റുകൾ കണ്ടുപിടിക്കുക. പക്ഷെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പോകാതെ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഒരു പുതിയ കൾച്ചർ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ അടിക്കാതെ ദുരന്തബാധിതർക്ക് ഒപ്പമാണ് എല്ലാവരും എന്ന് അവർക്കൊരു ആത്മവിശ്വാസം വരും. അതുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത്. ഈ പോക്ക് പോയ ഞങ്ങൾക്കും അതിൽ നിന്ന് പിന്മാറേണ്ടി വരും. അതിലേക്ക് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ വളരെ സ്ലോ ആണ്. ആദ്യം കാണിച്ച ഒരു ആവേശവും ഇപ്പൊ കാണുന്നില്ല. ഒരു തരത്തിലുള്ള സ്റ്റെപ്പോടെ എടുക്കുന്നില്ല. അല്ല, കിട്ടിയ പണം ഉണ്ടല്ലോ, കിട്ടിയ പണം ഉപയോഗിക്കാൻ പാടില്ലേ? എത്ര കോടി രൂപ കിട്ടി? ഇപ്പോൾ എത്ര കോടി രൂപ കിട്ടി? അപ്പോൾ പ്രയോറിറ്റി വേണ്ടേ, നമുക്ക് മുൻഗണന വേണ്ടേ? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ഥലം സംഘടിപ്പിച്ചാൽ പണം കൊടുത്ത് വാങ്ങിക്കാം, അല്ലാതെ വാങ്ങിക്കാം, നെഗോഷിയേറ്റ് ചെയ്ത് സ്ഥലത്തിൻ്റെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറച്ച് മേടിക്കാം. സംസാരിച്ചാൽ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു എന്താണ് വിഷയമെന്ന്. അപ്പോൾ അവരൊക്കെ തയ്യാറാണ് സംസ്കാരമായി സംസാരിക്കാൻ. പക്ഷെ ആരും സംസാരിക്കുന്നില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരും സംസാരിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ പോയി ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഏറ്റെടുത്ത് ആരെങ്കിലും സമ്മതിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം പാർലമെന്റിനകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം വയനാടത്തെ ദുരന്തബാധിതർക്ക് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന ഒരു സമരം ചർച്ച ചെയ്തിരുന്നു. വരട്ടെ, നമുക്ക് ആലോചിക്കാം, സമയമുണ്ടല്ലോ. അല്ല, പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ മന്ദഗതിയിൽ പോയാൽ ഞങ്ങളുടെ പിന്തുണയ്ക്ക് തന്നെ ആ പിന്തുണ തന്നെ വ്യർത്ഥമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോഴുള്ള എന്റെ അഭ്യർത്ഥന. ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുക. ഈ പെൻഷൻ വാങ്ങിയ ആളുകളിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിക്കുന്ന ഇപ്പോൾ മുഖ്യമന്ത്രി പുതുതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് 2 കൊല്ലം മുമ്പ് അറിയാമല്ലോ. ഇങ്ങനെ ഈ ഞങ്ങളും പറഞ്ഞാണിത്. ഈ C&AG റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങളും ചൂണ്ടിക്കാണിച്ചാണ്. മാത്രമല്ല, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന ആ കമ്പനിയെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങൾ C&AG റിപ്പോർട്ടിലുണ്ട്. അതൊന്നും പരിശോധിച്ചിട്ടില്ല. കുറേ പണം കാണാതെ ഇരിക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ C&AG റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കാതിരുന്നത് എന്ന് വ്യക്തമാകുന്നില്ല.